To paper 3 optics semester 6 BSc physics main 27th lecture optics paper. The topic is diffraction grating. Today's topic is diffraction grating, GRATING, not the spelling. And this is one of the most important essay in this chapter. Diffraction പഠിക്കുന്ന നമ്മൾ കുറച്ച് essay പഠിക്കുന്നുണ്ടല്ലോ, സോൺ പ്ലേറ്റ് പോലെയുള്ള അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ സ്ട്രൈറ്റ് അടിച്ച് മൂന്നാല് എസ് എ പഠിച്ചു കഴിഞ്ഞു. അതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എസ് എ ക്വസ്റ്റ്യനാണ് ഇനി പറയുന്നത്. ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് എന്ന് പറയും. ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എസ്സേസ് ഇൻ ദിസ് ചാപ്റ്റർ. അപ്പോൾ എന്താണ് ഈ ഗ്രേറ്റിംഗ് എന്ന് നമുക്കത് പറയാം. അപ്പോൾ അതിൻ്റെ ഹെഡിങ്ങാണ് എഴുതിയിരിക്കുന്നത് ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ്. അപ്പോൾ ഗ്രേറ്റിംഗ് ഒന്ന് പറയാം നമുക്ക്. എ ഗ്രേറ്റിംഗ് കൺസിസ്റ്റ് ഓഫ് എ number of equidistant parallel slits. It is made by ruling equidistant fine parallel lines on an optically plane glass plate using a fine diamond point. The rulings are opaque to light and they are known as opacities. The space between successive rulings are transparent and they are known as transparencies. അപ്പോൾ ഗ്രേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് ഒരു എൻസ്ലിറ്റ് പാറ്റേൺ ആണ്. എൻസ്ലിറ്റ് നമ്മൾ സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ പഠിച്ചു, ഡബിൾ സ്ലിറ്റ് പഠിച്ചു. ഇനി എൻസ്ലിറ്റ് നമ്പർ ഓഫ് സ്ലിറ്റ്, അനേക സ്ലിറ്റുകൾ അറേഞ്ച് ചെയ്യുന്ന രീതിയാണ്. അതായത് ഒരു സെൻറ്റിമീറ്റർ വിടുത്തിൽ 5000 ലൈൻസ്, 5000 സ്ലിറ്റുകൾ അറേഞ്ച് ചെയ്യുന്ന രീതി. അപ്പോൾ അതിനാണ് ഗ്രേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രേറ്റിംഗ് എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? അത് നിർമ്മിക്കുന്നത് ഒരു ഒപ്റ്റിക്കലി പ്ലെയിൻ ഗ്ലാസ് പ്ലേറ്റ് എടുക്കും. നമുക്കറിയാമല്ലോ, ഫ്ലാറ്റ് പ്ലേറ്റ്, ഒപ്റ്റിക്കലി പ്ലെയിൻ ഗ്ലാസ് പ്ലേറ്റ് എടുക്കും. അതിൻ്റെ പുറത്ത് റൂളിങ്സ് നടത്തും. റൂളിങ്സ് എന്ന് പറഞ്ഞാൽ വരകളാണ്. വരക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡയമണ്ട് പോയിന്റ് കൊണ്ടാണ്, വജ്ര മുന കൊണ്ടാണ് വരക്കുന്നത്. ഡയമണ്ട് പോയിന്റ്. ഇപ്പോൾ പോറൽ ഉണ്ടാക്കിയാണ് ഗ്ലാസിൻ്റെ പുറത്ത് വളരെ നമുക്ക് ഒട്ടും തന്നെ കാണാൻ പറ്റാത്ത രീതിയിൽ ഇൻവിസിബിൾ ആയിട്ടുള്ള ലൈൻസാണ് വരക്കുന്നത്. ഒരു ഡയമണ്ട് പോയിന്റ് കൊണ്ട് ലൈൻസ് വരക്കണം. ആ ലൈനെ വിളിക്കുന്ന പേര് റൂളിംഗ് എന്ന് പറയും. ഇപ്പോൾ റൂൾ പെൻസിൽ എന്ന് പറയുന്നത് റൂൾ പെൻസിൽ വരക്കുന്ന രീതിയാണ് റൂളിങ്സ് എന്ന് പറയും. അപ്പോൾ 1 സെൻറ്റിമീറ്റർ വീതിയിൽ 5000 ലൈൻസാണ് വരയ്ക്കുന്നത്. ആ ലൈൻസിന് റൂളിംഗ് എന്ന് പറഞ്ഞാൽ അത് ലൈറ്റ് കടത്തി വിടത്തില്ല. അതൊരു ഒബ്സ്റ്റക്കിളായി പ്രവർത്തിക്കും. ഈ 2 റൂളിങ്ങിനടക്കുള്ള സ്ഥലം ലൈറ്റ് കടത്തി വിടും. അതിന് സ്ലിറ്റ് അല്ലെങ്കിൽ ട്രാൻസ്പെറൻസ് എന്ന് പറയും. അപ്പോൾ 5000 ലൈൻസ് നമ്മൾ 1 സെൻറ്റിമീറ്റർ വീതിയിൽ വരച്ചാൽ അതിനകത്ത് 4999 സ്ലിറ്റുകൾ കാണും. അപ്പോൾ നമുക്ക് ഇത്രയും വലിയ സംഖ്യ ആയതുകൊണ്ട് 5000 തന്നെ പറയാം. 5000 ലൈൻസ് ഒരു ഗ്ലാസ് പ്ലേറ്റിൽ 1 സെൻറ്റിമീറ്റർ വിടുത്തിൽ വരച്ചാൽ അത്രയും തന്നെ സ്ലിറ്റുകൾ, അവയ്ക്ക് ഇടയ്ക്കുള്ള വിടവുകളും കാണും. അതാണ് ഈ ഗ്രേറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതിനകത്തുകൂടി ലൈറ്റ് കടന്നു പോയാൽ അവയ്ക്ക് ഡിഫ്രാക്ഷൻ ഉണ്ടാകും ഈ ഗ്ലാസ്സിനകത്ത് കൂടി. അപ്പോൾ എങ്ങനെയാണ്? ഒപ്റ്റിക്കലി പ്ലെയിൻ ഗ്ലാസ് പ്ലേറ്റ് എടുക്കണം. ഒപ്റ്റിക്കലി പ്ലെയിൻ ആയിരിക്കണം. അതിന് പുറത്ത് ഒരു ഫൈൻ ഡയമണ്ട് പോയിന്റ് കൊണ്ട് ലൈൻസ് വരയ്ക്കണം. സാധാരണ 1 സെൻറ്റിമീറ്റർ വിടുത്തിൽ 5000 ലൈൻസാണ് വരയ്ക്കുന്നത്. ആ ലൈൻസ് എല്ലാം, റൂളിങ്സ് എല്ലാം ഒപ്പേക്കായിരിക്കും. അവയെ ഒപ്പാസിറ്റി എന്ന് പറയും. ഈ ലൈൻസിന് ഇടയ്ക്കുള്ള സ്പേസ് അതിന് ട്രാൻസ്പെറൻസി എന്ന് പറയും. അപ്പം നമ്പർ ഓഫ് ട്രാൻസ്പെറൻസികളും ഒപ്പാസിറ്റികളും കൂടി ചേർന്ന ഒരു ഡിവൈസിനെ വിളിക്കുന്ന പേരാണ് ഗ്രേറ്റിംഗ്. ഒന്നിന് നോക്കാം. ഗ്രേറ്റിംഗ് കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് equidistant parallel slits. It is made by ruling equidistant fine parallel lines on an optically plane glass plate using a fine diamond point. The rulings are opaque to light and they are known as opacities. The space between successive rulings are transparent and they are known as transparencies. അനേകം ട്രാൻസ്പെറൻസിയുടെയും ഒപ്പാസിറ്റിയുടെയും ഒരു കോമ്പിനേഷനാണ് ഈ ഗ്രേറ്റിംഗ് എന്ന് പറഞ്ഞാൽ. അത് നമ്മളൊരു പ്ലെയിൻ ഗ്ലാസ് പ്ലേറ്റിനാണ് നിർമ്മിക്കുന്നത്. ഒരു ഗ്രേറ്റിംഗ് 2 തരത്തിലുണ്ട്. ഒരു ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗും ഉണ്ട്, ഒരു റിഫ്ലക്ഷൻ ഗ്രേറ്റിംഗും ഉണ്ട്. ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗും ഉണ്ട്, റിഫ്ലക്ഷൻ ഗ്രേറ്റിംഗും ഉണ്ട്. ഈ പ്രകാശം ലൈറ്റ് കടത്തി വിടുന്ന ഗ്രേറ്റിംഗ് ഉണ്ട്, ലൈറ്റ് കടത്തി വിടാത്ത റിഫ്ലക്റ്റ് ചെയ്യുന്ന ഗ്രേറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതാണ് ഇനി പറയുന്നത്. The gratings are of 2 types. If the rulings are made on a glass plate, it is called transmission grating.
And if rulings are made on a mirror, it is called reflection grating. അപ്പോൾ ഗ്രേറ്റിംഗ് രണ്ട് വിധത്തിലാണ്. ഒന്നാമത്തതിനെ നമ്മൾ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ്, രണ്ടാമത്തേന് റിഫ്ലക്ഷൻ ഗ്രേറ്റിംഗ് എന്ന് പറയും. ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് റൂളിങ്സ് നടത്തുന്നത് ഒരു പ്ലെയിൻ ഗ്ലാസ് പ്ലേറ്റിലാണ്. റിഫ്ലക്ഷൻ ഗ്രേറ്റിംഗ് എന്ന് പറയുമ്പോൾ ആ റൂളിങ്സ് എല്ലാം ഒരു കണ്ണാടിയുടെ മിററിൻ്റെ പുറത്തായിരിക്കും. ഇത് നമ്മൾ തിയറി ഓഫ് ഗ്രേറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഗ്രേറ്റിംഗ് ഇക്വേഷൻ എന്ന് പറയും. ആ ഗ്രേറ്റിംഗ് ഇക്വേഷനാണ് നമ്മൾ താഴെ എഴുതിയിരിക്കുന്നത്. ഡെറിവേഷൻ ഓഫ് സൈൻ തീറ്റ ഈസ് n ലാംഡ. സൈൻ തീറ്റ ഈക്വൽ ടു ക്യാപിറ്റൽ N സ്മോൾ n ലാംഡ. അതാണ് ഗ്രേറ്റിംഗ് ഇക്വേഷൻ. അതിൻ്റെ പ്രൂഫാണ് പറയുന്നത്. അപ്പം അതിന് ഈ പടം നമ്മളൊന്ന് ശ്രദ്ധാപൂർവം നോട്ട് ബുക്കിൽ വരയ്ക്കണം. എന്താണ് പടം നോക്കുക. എക്സ് വൈ ഗ്രേറ്റിംഗ്, ഗ്രേറ്റിംഗ് അങ്ങോട്ട് വെച്ചിരിക്കുക. നമ്മുടെ ഈ പേപ്പറിന് അല്ലെങ്കിൽ ഈ ബോർഡിന് ഈ സ്ക്രീന് പെർപെൻഡിക്കുലറായിട്ട് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് എക്സ് വൈ എന്നിങ്ങനെ വെർട്ടിക്കലായിട്ട് നമ്മൾ വരക്കുന്നത്. എക്സ് വൈ ആ ലൈറ്റ് കടന്നു പോകുന്ന വിടവുകളാണ് AB, CD, EF, GH പോലെയുള്ള ആ ലൈറ്റ് കടന്നു പോകുന്ന വിടവുകളാണ്. ലൈറ്റിനെ തടയുന്ന റൂളിങ്സുകളാണ് BC, DE, EG പോലുള്ളത്. അപ്പോൾ അനേകം ട്രാൻസ്പെറൻസിയും അനേകം ഒപ്പാസിറ്റിയാണ്. ഇവിടെ നമ്മളൊരു 4 ട്രാൻസ്പെറൻസി വരച്ചിട്ടുള്ളൂ, 4 അത്രയും ഒപ്പാസിറ്റി വരച്ചിട്ടുണ്ട്, അതേ വരച്ചിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതാണ് ആരും കാണിച്ചിരിക്കുന്നത്. ലൈറ്റ് റൈസ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്ന ആരും കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഈ റൂളിങ്സിൻ്റെ ആ വക്കുണ്ടല്ലോ, ആ വക്കിൽ തട്ടി ഡിഫ്രാക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു ലെൻസ് വേണമല്ലോ. ഇത് ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷൻ ക്ലാസ്സിൽ വരുന്നതാണ്. അപ്പോൾ അത് ലെൻസ് അതിനെ ഒരു സ്ക്രീനിൽ ഫോക്കസ് ചെയ്യും. ആ പടത്തിൽ ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്നത് സ്ക്രീനാണ്. സ്ക്രീനിലെ ഒരു പോയിൻ്റാണ് P, താഴെ വേറൊരു പോയിൻ്റ് ഉണ്ട് Q, മുകളിലും പോയിൻ്റൊക്കെ വിചാരിക്കാം. സ്ക്രീനിൽ എവിടെ വേണമെങ്കിലും പോയിൻ്റ് വിചാരിക്കാം. അപ്പം നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ലൈറ്റ് മോണോക്രോമാറ്റിക് ആണെങ്കിൽ ആ സ്ക്രീനിൽ നമുക്ക് Pയിലൊരു ബ്രൈറ്റ് ബാൻഡ്, അതിൻ്റെ മുകളിലും താഴെയുമായിട്ട് നമുക്ക് അനേകം ഡാർക്കും ബ്രൈറ്റും ബാൻഡ് കിട്ടും. ഇവയെ ഡിഫ്രാക്ഷൻ ബാൻഡ്സ് എന്ന് പറയും. ഡിഫ്രാക്ഷൻ ബാൻഡ്സ് എന്ന് പറയും. അതായത് മോണോക്രോമാറ്റിക് ലൈറ്റ് നമ്മൾ സോഴ്സായിട്ട് ഉപയോഗിച്ചാൽ സ്ക്രീനിൽ നമ്പർ ഓഫ് ബാൻഡ്സ് കിട്ടും, ഡിഫ്രാക്ഷൻ ബാൻഡ്സ്. പിയിലുണ്ടാകുന്ന ബാൻഡിനെ സെൻട്രൽ ബാൻഡ് എന്ന് പറയും, സെൻട്രൽ മാക്സിമം എന്ന് പറയും. അത് ബ്രൈറ്റ് ബാൻഡ് ആയിരിക്കും. അതിനപ്പുറം ഇപ്പുറവും താഴെ മുകളിലുമായിട്ട് നമുക്ക് അനേകം ബാൻഡ്സ് കിട്ടും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പോൾ പടത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇത് നോക്കുക. അപ്പോൾ AB, CD, EF പോലെയുള്ള ഭാഗങ്ങളെല്ലാം ട്രാൻസ്പെറൻസിയാണ്. അവയ്ക്കിടയ്ക്കുള്ളതെല്ലാം ഒപ്പാസിറ്റിയാണ്. നമ്മൾ ഇവിടെ 2 പോയിന്റുകൾ നമുക്ക് പറയാറുണ്ട് കേട്ടോ. A കഴിഞ്ഞാൽ പിന്നെ B കഴിഞ്ഞാൽ C. അപ്പോൾ AB ഒരു ട്രാൻസ്പെറൻസിയാണ്, BC ഒരു ഒപ്പാസിറ്റിയാണ്. ഈ ട്രാൻസ്പെറൻസിയുടെ വിടുത്ത് നമ്മൾ സ്മോൾ A എന്നും ഒപ്പാസിറ്റിയുടെ വിടുത്ത് നമ്മൾ സ്മോൾ b എന്ന് പറയും. അപ്പോൾ A+B എന്നൊരു അകലമുണ്ടല്ലോ, A+B എന്നുള്ള അകലം. AB അകലത്തെ പടം നോക്കണേ. AB അകലത്തെ സ്മോൾ A എന്നും BC അകലത്തെ സ്മോൾ b എന്നും പറയും. A+B അകലത്തെ വിളിക്കുന്ന പേരാണ് ഗ്രേറ്റിംഗ് എലമെൻറ്റ്. ആ ഗ്രേറ്റിംഗ് എലമെൻറ്റ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്യുന്ന പോയിന്റുകളെ വിളിക്കുന്ന പേരാണ് കറസ്പോണ്ടിങ് പോയിന്റ്സ്. ഗ്രേറ്റിംഗ് എലമെൻറ്റ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്യുന്ന പോയിന്റുകളെ കറസ്പോണ്ടിങ് പോയിന്റ് എന്ന് പറയും. അപ്പോൾ എന്ന് പറഞ്ഞാൽ എയുടെ കറസ്പോണ്ടിങ് പോയിന്റാണ് C, സിയുടെ കറസ്പോണ്ടിങ് പോയിന്റാണ് E, ഇയുടെ കറസ്പോണ്ടിങ് പോയിന്റാണ് G. അതേപോലെ ബിയുടെ കറസ്പോണ്ടിങ് പോയിന്റാണ് D, ഡിയുടെ കറസ്പോണ്ടിങ് പോയിന്റാണ് E, ഇയുടെ കറസ്പോണ്ടിങ് പോയിന്റാണ് H. അങ്ങനെ പോകും. അപ്പോൾ ഈ 2 വാക്കുകൾ നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കണം. എന്തൊക്കെയാണ്? ഈ ഗ്രേറ്റിംഗ് എലമെൻറ്റ് ആൻഡ് കറസ്പോണ്ടിങ് പോയിന്റ്സ്. If small a is the width of transparency and b that of opacity, the distance A+B is called grating element. The points which are separated by grating element are called corresponding points. In the figure, C is the corresponding point of A, E is the corresponding point of C, G is the corresponding point of E, etc. Now we look. XY represent a plane transmission grating. ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ലൈറ്റ് കടത്തിവിടുന്ന ഗ്രേറ്റിംഗ് ആണ്. ഇപ്പോൾ ഗ്ലാസ് പ്ലേറ്റിൽ റൂളിങ്സ് നടത്തിയാൽ അത് ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ് ആണ്.
XY represents a plane transmission grating placed perpendicular to the plane of the paper. നമ്മൾ എഴുതുന്ന പേപ്പർ പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ സ്ക്രീനിന് പെർപെൻഡിക്കുലർ ആണ് XY ഇരിക്കുന്നത്. AB represents a transparency. Transparency, TRANSPARENCY. Transparency. And BC represents an opacity. Let small a be the width of transparency and B that of opacity. Then the distance A plus B is called grating element. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. What are grating element and corresponding points? അത് ക്വസ്റ്റ്യൻ ആണ്. Then the distance A plus B is called grating element. The points separated by an integral multiple of A plus B are called corresponding points. For example, in the figure, C is the corresponding point of B. C is the corresponding point of A. E is the corresponding point of C, and so on. ഇനി നമുക്ക് സെൻട്രൽ മാക്സിമത്തെ കുറിച്ച് പറയാം. സെൻട്രൽ മാക്സിമം പറഞ്ഞാൽ നടുക്കുള്ള ആ പി എന്നുള്ള പോയിന്റാണ്. ആ സ്ക്രീനിൽ പടം നോക്കണേ. സ്ക്രീനിൽ പോയിന്റ് പി വിളിക്കുമ്പോൾ സെൻട്രൽ മാക്സിമം. Central maximum. Most of the secondary wavelengths pass through the lens without any diffraction and meet at the point P. This point is called central maximum. മിക്കവാറും എല്ലാ ലൈറ്റും ഇപ്പോൾ ഈ ആ റൂളിങ്സിൽ തട്ടി വരുന്ന അല്ലാതെ നേരിട്ട വിടവിലൂടെ പോകുന്ന ലൈറ്റുകളുണ്ടല്ലോ, ട്രാൻസ്പെറൻസികളിലൂടെ പോകുന്ന ലൈറ്റ് ഉണ്ടല്ലോ, ഒരു ഡീവിയേഷൻ ഇല്ലാതെ, അവയെല്ലാം വന്ന് പിയിൽ ഫോക്കസ് ചെയ്യും. ആ പി ഐ വിളിക്കുന്ന പിയിലാണ് സെൻട്രൽ മാക്സിമം. അതിന് താഴെ മുകളിലുമാണ് ഡിഫ്രാക്ഷൻ ബാൻഡ്സ്, ഡിഫ്രാക്ഷൻ ഓർഡേഴ്സ് കിട്ടുന്നത്. ഡിഫ്രാക്ഷൻ ഓർഡേഴ്സ് കൺസിഡർ സെക്കൻഡറി wavelengths originating from two corresponding points like A and C. They proceed along AM and CN. പടത്തിൽ പഠിച്ചുള്ള AM and CN. They are making an angle theta with the normal. Theta is called angular diffraction. They will reinforce at Q and the diffraction band is obtained. Qയിൽ പതിച്ചിട്ട് ഡിഫ്രാക്ഷൻ ബാൻഡ് കാണാം. ആ പടം നോക്കുമ്പോൾ Q മനസ്സിലാക്കാം. Q താഴെ പടത്തിലേക്ക് ഒന്നുകൂടി പോയി ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടി നമുക്ക് എടുക്കണം. To find the diffraction orders, draw CK as perpendicular to AM. Beyond CK, there is no path difference. Therefore, path difference delta is equal to AK. To find AK, consider triangle ACK. Sin theta is AK by AC. Sin theta is delta by A plus B. Cross multiplying delta is A plus B sin theta. അപ്പം ഇത് മനസ്സിലാക്കണമെങ്കിൽ ആ പടം ഒന്നുകൂടി നോക്കണം. ഇതാണ് നമ്മുടെ ചിത്രം. ആ ചിത്രത്തിൽ നോക്കി AM-CN രണ്ട് അറേയാണ് നമ്മൾ എടുത്തത്. AM-CN അത് രണ്ട് കറസ്പോണ്ടിങ് പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ലൈറ്റുകളാണല്ലോ, ലൈറ്റ് റേസ് ആണ്. എ എന്നുള്ള പോയിന്റിന്റെ കറസ്പോണ്ടിങ് പോയിന്റാണ് സി. അപ്പോൾ അവിടെ ഈ ലൈറ്റ് വളയുന്നതാണ് തീറ്റ ആംഗിൾ കാണിച്ചിരിക്കുന്നത്. അവിടെ തീറ്റ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ തീറ്റയെ നമ്മൾ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ എന്ന് വിളിക്കും. ആംഗുലർ ഡിഫ്രാക്ഷൻ എന്ന് വിളിക്കും. അപ്പോൾ അവിടെ AM-ലേക്ക് CK എന്ന് പറയുന്ന ഒരു പെർപെൻഡിക്കുലർ വരച്ചിരിക്കുകയാണ്. അപ്പോൾ പെർപെൻഡിക്കുലർ വരച്ചാൽ ബിയോണ്ട് CK there is no path. അതിന് മുമ്പാണ് പാത്തുള്ളത്. പാത്ത് ഡിഫറൻസ് ആയി AK. അപ്പോൾ AK കണ്ടുപിടിക്കാൻ നമ്മൾ ആ ട്രയാങ്കിൾ നോക്കി ACK വെച്ചാൽ അവിടെ നിന്ന് യോജിപ്പിച്ച് മനസ്സിലാക്കണം. ACK ട്രയാങ്കിൾ നോക്കുക. അപ്പോൾ ACKയിൽ ആ മുകൾ ഭാഗത്ത് തുറന്നു കിടക്കുകയാണ്. അവിടെ നമ്മൾ അടച്ച് വിചാരിക്കണം ACK ട്രയാങ്കിൾ. അപ്പോൾ താഴെ ആംഗിൾ തീറ്റ ആയിരിക്കും. മുകളിൽ ഡിഫ്രാക്ഷൻ ആംഗിൾ തീറ്റയാണെങ്കിൽ താഴെയുള്ള തീറ്റയായിരിക്കും. അത് ട്രയാങ്കിൾ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ACK ട്രയാങ്കിളിൽ ഡെൽറ്റ എന്ന് പറയുന്ന ആ ദൂരം AK ആണ്. ഡെൽറ്റ എന്ന് വിളിക്കുന്നത് പാത്ത് ഡിഫറൻസ് എന്ന് പറയും. അത് കണ്ടുപിടിക്കാൻ സൈൻ തീറ്റ എടുക്കണം. സൈൻ തീറ്റ ഇസ് AK by AC. AC A plus B ആണല്ലോ. അപ്പോൾ സൈൻ തീറ്റ
is equal to delta by a plus b. That is delta is equal to a plus b sin theta. അതാണ് നമ്മൾ എഴുതിയത്. ഡെൽറ്റ ഈസ് എ പ്ലസ് ബി സൈൻ തീറ്റ. ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നതാണ്. ഡെൽറ്റ ഈസ് എ പ്ലസ് ബി സൈൻ തീറ്റ. ഇനി അത് ഈ ക്യൂവിലെത്തുന്ന ലൈറ്റിൻ്റെ പാത്ത് ഡിഫറൻസ് ആണ്. ഇനി ക്യൂവിലൊരു ബ്രൈറ്റ് ബാൻഡ് കിട്ടണമെങ്കിൽ കണ്ടീഷൻ ഉണ്ടല്ലോ. ഫോർ എ ബ്രൈറ്റ് ബാൻഡ് ക്യൂ കണ്ടീഷൻ എന്താണ്? ഡെൽറ്റ ഈസ് ഈക്വൽ ടു എൻ ലാംഡ. കണ്ടീഷൻ ഫോർ ബ്രൈറ്റ്നസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡെൽറ്റ ഈസ് എൻ ലാംഡ. അത് ഇക്വേഷൻ നമ്പർ 2 ആണ്. അപ്പോൾ ഇക്വേഷൻ 1ഉം 2ഉം നമ്മൾ ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ 1 and 2 നമ്മൾ ഇക്വേറ്റ് ചെയ്യും കേട്ടോ. ഇക്വേറ്റ് 1 and 2 a plus b sin theta is n lambda if there are n rulings per centimeter on the grating. a plus b into n is 1 centimeter. അതൊരു ഐഡിയ മനസ്സിലാക്കണം കേട്ടോ. ഒരു ഗ്രേറ്റിംഗ് ലെവലിലാണ് എ പ്ലസ് ബി. നമുക്കറിയാം, നമ്മൾ പറഞ്ഞത് പിന്നെ ഒരു സെൻറ്റിമീറ്ററിൽ n റൂളിങ്സ് ഉള്ളതാണ്. n റൂളിങ്സ് ഒരു സെൻറ്റിമീറ്ററിൽ. അപ്പോൾ n റൂളിങ്സിൻ്റെ വിഡ്ത്ത് 1 സെൻറ്റിമീറ്ററാണ്. അല്ലെങ്കിൽ n ഗ്രേറ്റിംഗ് ലെവലിൻ്റെ വിഡ്ത്ത് 1 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു n 1 സെൻറ്റിമീറ്ററാണ്. നമ്മളിവിടെ ദൂരമെല്ലാം സെൻറ്റിമീറ്റർ അളക്കുന്നതല്ല, അല്ലാതെ മീറ്ററിലല്ല. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോഴും ആ ഒരു പ്രശ്നമുണ്ട്. സെൻറ്റിമീറ്ററിലാണ് നമ്മൾ ഉത്തരമെല്ലാം എഴുതുന്നത്. അപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു n 1 സെൻറ്റിമീറ്റർ. അപ്പോൾ എ പ്ലസ് ബി എന്താണ്? 1/n. ഇത് ആ മുകളിൽ കാണുന്ന ഇക്വേഷൻ നമ്പർ 3 കൊടുക്കണം. കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? പിന്നെ 1/n എ പ്ലസ് ബി സൈൻ തീറ്റ ആണല്ലോ. അപ്പോൾ 1/n സൈൻ തീറ്റ ഈസ് എൻ ലാംഡ. ക്രോസ് മൾട്ടിപ്ലൈ സൈൻ തീറ്റ ഈസ് എൻ ലാംഡ. അപ്പോൾ ഇതെന്താണ് ഈ ഇതിനകത്തുള്ള ടേമുകൾ? തീറ്റയെ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ എന്ന് വിളിക്കും. ക്യാപിറ്റൽ N നമ്പർ ഓഫ് റൂളിങ്സ് പെർ സെൻറ്റിമീറ്റർ ഓഫ് ദ ഗ്രേറ്റിംഗ്. അത് 5000 വരും. സ്മോൾ എൻ ഓർഡർ ഓഫ് സ്പെക്ട്രം. ഇപ്പോൾ സെൻട്രൽ മാക്സിമത്തിന് സ്മോൾ n 0 ആണ്. ക്യൂയിൽ നമുക്ക് ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡർ കിട്ടും. ലാംഡ വേവ് ലെങ്താണ്. അത് ഇക്വേഷൻ നമ്പർ 4 ആണ്. ഈ സൈൻ തീറ്റ ഈസ് n ലാംഡ പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണ്. ദിസ് ഈസ് കോൾഡ് ഗ്രേറ്റിംഗ് ഇക്വേഷൻ ഓർ ഗ്രേറ്റിംഗ് ലോ. വാട്ട് ഈസ് ഗ്രേറ്റിംഗ് ഇക്വേഷൻ ഓർ വാട്ട് ഈസ് ഗ്രേറ്റിംഗ് ലോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ട ഈ ഇക്വേഷനാണ്. സൈൻ തീറ്റ ഈസ് n ലാംഡ. തീറ്റ ഈസ് ദി ആംഗിൾ ഡിഫ്രാക്ഷൻ. N is the number of rulings per centimeter on the grating. Small n is the order of spectrum. For central band, n is equal to 0. Lambda is the wavelength of light used. If n is 0, we get the central maximum at P. If n is 1, we get the first order maximum. If n is 2, second order maximum, and so on. അപ്പോൾ ഇങ്ങനെ n വാല്യൂ കൂടി വരുന്നതനുസരിച്ചിട്ട് ക്യൂവിൽ താഴെ അല്ലെങ്കിൽ മുകളിൽ പിയുടെ നമുക്ക് ബാൻഡ്സ് കിട്ടിക്കൊണ്ടിരിക്കും. ഡിഫ്രാക്ഷൻ ബാൻഡ്സ്. ഇനി ഇതിൻ്റെ ഒരു പരീക്ഷണം ഉണ്ട്. പിന്നെ മറ്റു കാര്യം പറയാനുള്ളത്, ഈ നമ്മൾ മോണോക്രോമാറ്റിക് ലൈറ്റ് ഉപയോഗിക്കുമ്പോഴാണ് ഈ ഫസ്റ്റ് ബാൻഡ്, സെൻട്രൽ ബാൻഡ്, സെക്കൻഡ് ബാൻഡ്, തേർഡ് ബാൻഡ് കിട്ടുന്നത്. ഇനി വൈറ്റ് ലൈറ്റ് ആണെങ്കിൽ സെൻട്രൽ ബാൻഡ് വൈറ്റ് തന്നെയായിരിക്കും. മറ്റ് ബാൻഡുകൾ സ്പെക്ട്രമായിട്ട് മാറും. ഫസ്റ്റ് ഓർഡർ ബാൻഡ് സ്ഥാനത്ത് ഫസ്റ്റ് ഓർഡർ സ്പെക്ട്രം. കാരണം ഓരോ വേവ്ലെങ്തിലും ഓരോ ഡീവിയേഷൻ ആയതുകൊണ്ട് ഫസ്റ്റ് ഓർഡർ ബാൻഡ് സ്ഥാനത്ത് 7 കളേഴ്സ്, സെക്കൻഡ് ഓർഡറിൻ്റെ പിന്നെ ഇതിൻ്റെ സ്ഥാനത്ത് 7 കളേഴ്സ് അങ്ങനെ കിട്ടും. മുകളിലും കിട്ടും അതുപോലെ. ഇപ്പോൾ വൈറ്റ് ലൈറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ മോണോക്രോമാറ്റിക്കിന് പകരം വൈറ്റ് ലൈറ്റ് ആണെങ്കിൽ സ്ക്രീനിൽ സെൻട്രൽ ബാൻഡ് ഒഴിച്ച് ബാക്കിയെല്ലാം സ്പെക്ട്രം ആയിരിക്കും. സ്പെക്ട്രം വെച്ചാൽ കളേഴ്സ്. അത് 2 സൈഡിലും കിട്ടും. ടോപ്പിലും കിട്ടും, ബോട്ടമിലും കിട്ടും. അല്ലെങ്കിൽ പറയുമ്പോൾ ലാബിലാണെങ്കിൽ ലെഫ്റ്റിലും കിട്ടും, റൈറ്റിലും കിട്ടും. ദ ഗ്രേറ്റിംഗ്. അപ്പോൾ അത് ഇനി നമ്മൾ പറയുന്നത് ആൻ എക്സ്പെരിമെൻറ്റ് ടു ഡിറ്റർമിൻ ലാംഡ. മോണോക്രോമാറ്റിക്കിൻ്റെ ലാംഡ കാണുന്ന പരീക്ഷണമാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ലബോറട്ടറിയിൽ ചെയ്യുന്ന വൈറ്റ് ലൈറ്റ് വെച്ചിട്ട് ഈ ഓരോ കളറിൻ്റെയും ലാംഡ കാണുന്ന, ഓരോ കളറുടെ ലൈറ്റിൻ്റെയും ലാംഡ കാണുന്ന പരീക്ഷണമാണ് ലാബിൽ ചെയ്യുന്നത്. മാത്രമല്ല ഇത് ശരിക്കും ഒരു ഡാർക്ക് റൂം എക്സ്പെരിമെൻ്റ് ആണ്. കംപ്ലീറ്റ് ക്ലോത്തൊക്കെ ഇട്ട് നമ്മൾ മറച്ച് സ്പെക്ട്രോമീറ്റർ മറച്ച് ചെയ്താലേ കാണാൻ പറ്റുള്ളൂ. വളരെ ഫെയിൻറ്റ് ലൈൻസ് ആയിരിക്കും. ഇപ്പോൾ കണ്ണിനൊക്കെ നല്ല കാഴ്ച ഉള്ളവർക്കാണ് ശരിക്കും കാണാൻ പറ്റുന്നത്. കാഴ്ചയില്ലാത്തവർ ചെയ്താൽ ചിലപ്പോൾ കണ്ണിലെന്ന് വരും, കാണാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകാം. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഡാർക്ക് റൂം എക്സ്പെരിമെൻറ്റ്
ഒരു ഡാർക്ക് ക്ലോത്തൊക്കെ ഇട്ട് നോക്കിയാൽ ഈ വയലറ്റ് പോലെയുള്ള ലൈൻസ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇവിടെ ഈ പരീക്ഷണത്തിലെ പ്രശ്നമില്ല. ഇവിടെ നമ്മൾ മോണോക്രോമാറ്റിക്കിൻ്റെ ലാംഡ കാണുന്നൊരു പരീക്ഷണം പറയുകയാണ്. ഇപ്പോൾ നോക്കി, ദ ഗ്രേറ്റിംഗ് ഈസ് അറേഞ്ച് ഫോർ നോർമൽ ഇൻസിഡൻസ് ഇൻ എ ഗ്രേറ്റിംഗ് ഇൻ എ സ്പെക്ട്രോമീറ്റർ. സ്പെക്ട്രോമീറ്ററിൽ ഗ്രേറ്റിംഗ് അറേഞ്ച് ചെയ്യുക, നോർമൽ ഇൻസിഡൻറ്റ് ലൈറ്റ് നോർമലായിട്ട് അറേഞ്ച് ചെയ്യുക. ഇപ്പോൾ നോർമലായിട്ട് അറേഞ്ച് വെച്ചാൽ വെറുതെ അങ്ങ് വെച്ചാൽ പോരാ, വെറുതെ അതിൻ്റെ പ്ലെയിൻ പെർപെൻഡിക്കുലറായിട്ട് ഇൻസിഡൻറ്റിലേക്ക് വെച്ചാൽ പോരാ, കാരണം അത് പെർപെൻഡിക്കുലർ ആയിരിക്കത്തില്ല. അതിനൊരു പ്രത്യേക പ്രൊസീഡിയറുണ്ട്, മെത്തേഡുണ്ട്. അത് പ്രാക്ടിക്കൽ ബുക്കിനകത്ത് പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ ഒരു ലൈൻ വരച്ചിട്ട് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാന്ന് പറഞ്ഞാൽ വെറുതെ വരച്ച പെർപെൻഡിക്കുലർ ആകത്തില്ല, ഇത് ട്രൈ ആവുന്നതേ ഉള്ളൂ. കാരണം നമ്മൾ വരച്ചിട്ട് ആംഗിൾ അളന്ന് നോക്കിയാൽ 90 ആയിരിക്കത്തില്ല, ചിലപ്പോൾ 91 ആയിരിക്കും, 92 ആയിരിക്കും, അല്ലെങ്കിൽ 89 ആയിരിക്കും. അപ്പോൾ കൃത്യം 90 ആയിട്ട് വരക്കാൻ പ്രയാസമാണ്. അപ്പം അതിന് കൃത്യം 90ക്ക് വെക്കണം. ഇവിടെ ഗ്രേറ്റിങ്ങിൻ്റെ പ്ലെയിൻ ഇൻസിഡൻറ്റ് റേക്ക് പെർപെൻഡിക്കുലറായി വെക്കണം. അങ്ങനെ വെക്കാനായിട്ട് ഒരു പ്രൊസീഡിയർ പ്രാക്ടിക്കൽ ബുക്കിൽ പറയുന്നുണ്ട്, അത് ഫോളോ ചെയ്യണം. അതിവിടെ നമ്മൾ എഴുതേണ്ട കാര്യമില്ല, നമ്മൾ ഒറ്റ വാക്കിൽ പറയും, ദ ഗ്രേറ്റിംഗ് ഈസ് പ്ലേസ്ഡ് നോർമൽ ടു ദ ഇൻസിഡൻറ്റ് റേ. അപ്പോൾ സ്പെക്ട്രോമീറ്റർ നോക്കി, സ്പെക്ട്രോമീറ്ററിൽ ഈ സ്പെക്ട്രം സ്റ്റഡി ചെയ്യാനുള്ളതാണ്. അത് നടക്കുകയാണെന്ന് റൗണ്ട് ടേബിളാണ് പ്രസൻറ്റ് ടേബിൾ. ആ പ്രസൻറ്റ് ടേബിളാണ് ഗ്രേറ്റിംഗ് വെക്കുന്നത്. പിന്നെ അവിടെ കാണുന്നതാണ് കൊളിമേറ്റർ, ഇപ്പുറത്ത് കാണുന്ന ടെലിസ്കോപ്പ്. അപ്പോൾ ഇത് ഈ ലാബിലൊക്കെ കയറാത്തവർക്ക് ഇത് ചോദിച്ചാൽ പറയുന്ന ഒരു ഉത്തരവുണ്ട്. അതായത് ഇത് സ്പെക്ട്രോമീറ്റർ, എത്ര കൊളിമീറ്റർ ഉണ്ട്? അപ്പോൾ നോക്കിയിട്ട് പറയും, കൊളിമീറ്റർ ഒരെണ്ണം. എത്ര ടെലിസ്കോപ്പ് ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഈ പടം നോക്കിയിട്ട് ചെല്ലുന്നത് പറയും 2 ഉണ്ടെന്ന് പറയും. അങ്ങനെയല്ല, ഒരു കൊളിമീറ്ററും ഒരു ടെലിസ്കോപ്പാണുള്ളത്. പിന്നെ താഴെ കാണിക്കുന്നത് 2 ടെലിസ്കോപ്പ് ചെയ്യുന്നുള്ളത് അതിൽ 2 പൊസിഷനാണ്. ലെഫ്റ്റ് സൈഡ് പൊസിഷൻ, റൈറ്റ് സൈഡ് പൊസിഷനാണ്. അപ്പോൾ ഒരു ടെലിസ്കോപ്പ് ഉള്ളതെന്നുള്ള കാര്യം ഓർക്കുക, സ്പെക്ട്രോമീറ്ററൊക്കെ കണ്ട് മനസ്സിലാക്കണം. അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ ഗ്രേറ്റിങ്ങിൻ്റെ നോർമലായിട്ട് വെച്ചു. ദ ടെലിസ്കോപ്പ് ഈസ് ബ്രോട്ട് ഇൻ ദി പൊസിഷൻ ഓഫ് ദി ഡയറക്റ്റ് ഇമേജ്. നേരെ വെച്ച് നോക്കാം നമുക്ക്. ഓൺ ഐദർ സൈഡ് ഓഫ് ദി ഡയറക്റ്റ് ഇമേജ് ഡിഫ്രാക്റ്റഡ് ഇമേജസ് ഫസ്റ്റ് ഓർഡർ ആർ സീൻ. അപ്പോൾ സെൻട്രൽ മാക്സിമത്തിൻ്റെ 2 സൈഡിലായിട്ട് നമുക്ക് ഈ ഡിഫ്രാക്റ്റഡ് ഇമേജ് കാണാം, ഫസ്റ്റ് ഓർഡർ കാണാം. പിന്നെ മറ്റേ സെക്കൻഡ് ഓർഡർ കാണാം കേട്ടോ, തേർഡ് ഓർഡർ കാണാവുന്നതാണ്. അപ്പോൾ 2 സൈഡിൽ ഫസ്റ്റ് ഓർഡർ കാണാം. The crosswire is made to coincide with each of the spectral line. Spectral line on the left side, our telescope readings are taken. Similarly, the readings of the diffracted images on the right side are taken. The difference between the readings of any line gives twice the angle diffraction for that line. ഫസ്റ്റ് ഓർഡർ ഇപ്പോൾ മോണോക്രോമാറ്റിക് ആണെങ്കിൽ ഫസ്റ്റ് ഓർഡർ ലൈറ്റിൻ്റെ ഒരു ബാൻഡ് കാണുള്ളൂ ലെഫ്റ്റിലും റൈറ്റിലും. അപ്പോൾ അവിടെ വെച്ച് റീഡിങ് എടുക്കണം, റൈറ്റിൽ വെച്ച് റീഡിങ് എടുക്കണം. ആ 2 റീഡിങ് തമ്മിലുള്ള വ്യത്യാസമാണ് 2 തീറ്റ സ്പെക്ട്രോമീറ്ററിൽ നമുക്ക് നോക്കിയെടുക്കാം. പിന്നെ വൈറ്റ് ലൈറ്റ് ആണെങ്കിൽ നമുക്ക് സ്പെക്ട്രമാണ് കിട്ടുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഓർഡറിൻ്റെ ലെഫ്റ്റിൽ ഗ്രീൻ ലൈറ്റ് വെക്കാം, റൈറ്റിൽ ഗ്രീൻ ലൈറ്റ് വെക്കാം. ആംഗിൾ ഡിഫറൻസ് അളന്നാൽ 2 തീറ്റ, അത് ഗ്രീൻ ലൈറ്റിൻ്റെ ടോയ്സ് ദി ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ ആയിരിക്കും. അങ്ങനെ കണ്ടുപിടിക്കാം, ടോയ്സ് ദി ആംഗിൾ ഡിഫ്രാക്ഷൻ ഫോർ ദാറ്റ് ലൈൻ. ഹെൻസ് ദി ആംഗിൾ ഡിഫ്രാക്ഷൻ തീറ്റ ഈസ് ഡിറ്റർമിനന്റ്. The wavelength of that line is calculated by the equation sin theta is n lambda. അപ്പോൾ നമ്മൾ ഏത് ലൈറ്റിൻ്റെ തീറ്റയാണ് കണ്ടുപിടിച്ചത് അതിൻ്റെ വേവ് ലെങ്ത് കാണാനായിട്ട് ഈ ഫോർമുല അപ്ലൈ ചെയ്യാം. സൈൻ തീറ്റ ഇസ് n ലാംഡ, ലാംഡ ഈ സൈൻ തീറ്റ ബൈ nn. n തരും, ക്യാപിറ്റലിൻ്റെ വാല്യൂ തരും, അല്ലെങ്കിൽ ഗ്രേറ്റിംഗിൽ എഴുതി കാണാം. സാധാരണ ഇപ്പോൾ ബ്രിട്ടീഷ് ഗ്രേറ്റിംഗ് ആണെങ്കിൽ അതിനകത്ത് 15,000 ലൈൻസ് പെർ ഇഞ്ച് എന്ന് എഴുതി കാണാം. 15,000 ലൈൻസ് പെർ ഇഞ്ച്. അപ്പോൾ ഒരു ഇഞ്ച് 2.54 സെൻറ്റിമീറ്റർ ആണ്. 2.54 കൊണ്ട് 15,000 ഹരിച്ചാൽ നമുക്ക് n കിട്ടും. പിന്നെ ഫസ്റ്റ് ഓർഡറിൽ സ്മോൾ n 1 ആയിരിക്കും. തീറ്റയാണ് നമ്മൾ അളന്നത്. അങ്ങനെ ലാംഡ കണ്ടുപിടിക്കുക. അപ്പോൾ ഇത് ഇത്രയാണ് ഒരു പ്രധാനപ്പെട്ട എസ് എ കംപ്ലീറ്റ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എസ് എ ഞാൻ ഡിവൈഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടൊരു എസ് ആണ് ഈ ഡിസ്കഷനകത്തുള്ളത്. അതിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ സൈഡ് ചെയ്തിട്ടുണ്ട്, വെരി ഇമ്പോർട്ടൻറ്റ്. വാട്ട് ഈസ് ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ്,
Give the theory of a plane transparent grating. How is it used to determine wavelength of light? അപ്പോൾ കംപ്ലീറ്റ് എഴുതണം. നമ്മളെ തുടക്കം തൊട്ട് ഇവിടം വരെ എഴുതണം. ഇതിലെ ചില ഷോർട്ട് ആൻസർ അവയും പ്രധാനപ്പെട്ടതാണ്. വാട്ട് ആർ ഗ്രേറ്റിംഗ് എലമെന്റ് ആൻഡ് കറസ്പോണ്ടിങ് പോയിന്റ്സ് ഓഫ് എ ഗ്രേറ്റിംഗ്. റൈറ്റ് ഡൗൺ ഗ്രേറ്റിംഗ് ഇക്വേഷൻ. നമ്പർ 9, ഡിഫൈൻ ഡിസ്പേഴ്സീവ് പവർ ഓഫ് എ ഗ്രേറ്റിംഗ്. ആ ക്വസ്റ്റ്യൻ നമ്പർ 1 ഉം 2 പറയാമല്ലോ, ഷോർട്ട് ആൻസർ. പിന്നെ ഡിസ്പേഴ്സീവ് പവർ അടുത്ത ഒരു ഷോർട്ട് ആൻസർ നമ്മൾ ഡിസ്കസ് ചെയ്തില്ല, അത് പറയാൻ പോവുകയാണ്. അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്പേഴ്സീവ് പവർ നമ്മൾ പറയുന്നതാണ്. ദാറ്റ് ഈസ് ഓൾ. താങ്ക് യു.